നിങ്ങൾ എങ്ങോട്ടേക്കാ? ഞാൻ കോങ്ങാറ്റ പോവുക. സമയമായിട്ട് വണ്ടി പോകുന്നില്ല. നിങ്ങൾ ചോദിച്ചേ, നിങ്ങൾ വണ്ടി വിടുന്നുണ്ടോ? അദ്ദേഹം ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ കൃത്യസമയത്ത് ഓഫീസിൽ എത്തേണ്ടതാ. അദ്ദേഹം വന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറപ്പിച്ചോളാം. പറപ്പിക്കണ്ട, ഓടിച്ചാ മതി. അവനോട് കേറാൻ പറ. അയ്യോ, അദ്ദേഹത്തോട് ഞാൻ പറയുന്നത് പറയെടുപ്പ് പോലെ നിർത്തി നിർത്തി പോകാനാണ്. ഞങ്ങൾ വല്ല കാളവണ്ടിയും പിടിച്ചു പോയിക്കോളാം. നീ ചിരിക്കണ്ട, നീ ചിരിക്കാറാമ്മ. ഞാൻ പറയാൻ കേട്ടോ. ഇവിടെ മുന്നോ വെച്ചോ കൊരങ്ങ. വണ്ടിയിൽ തുണിയില്ലാണ്ട് ഒത്തിരിക്കുക. ആരെന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹം വരാതെ വണ്ടി വിടാൻ ഒക്കൂല. അല്ല, അദ്ദേഹം വരാൻ താമസം ഉണ്ടെങ്കിലേ ഞാൻ പോയി ഒരു ചായ കുടിച്ചോണ്ട് വന്നാലോ? ഇദ്ദേഹം ചായ കുടിക്കാൻ പോകുമ്പോഴേ അദ്ദേഹം വന്ന് കേറിയാലോ? എന്ത് ചെയ്യും? നിങ്ങളൊന്ന് വിളിക്കുന്നേ. വലിയ വലിയ ആളുകളെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല. തെറ്റാ. യു അണ്ടർസ്റ്റാൻഡ്? ഇതാ കണ്ടോ. പിന്നെ അമ്മാവാ, അല്ല മുബേനെ തന്നെ വിളിച്ചേ. മുബിനെ വരുന്നോളോ? ഞങ്ങള് പോട്ടോ. ആർക്കാടാ ഇത്ര ധൃതി? അത്ര ധൃതിയല്ലെങ്കിലേ ഒരു എയറോപ്ലെയിൻ പിടിച്ചങ്ങ് പോ. എയറോപ്ലെയിൻ ചക്കാത്തിനല്ലോ കാശ് നീടല്ലേ. കാശ് തന്നെങ്കിൽ നിന്റെ സൗകര്യത്തിൽ തുള്ളണോ? എന്റെ ബസ്സാണെങ്കിൽ ഞാൻ പറയുമ്പോ ഓടും, ഞാൻ പറയുമ്പോ നിൽക്കും. ഇങ്ങനെ പോയാ ഓടി ഓടി ഒരു ദിവസം നിൽക്കും. നിന്റെ ഗതാഗതത്തിന് വിളക്കല്ലേ? നീയൊക്കെ ഈ പൊരിഞ്ഞ വേലത്ത് ഈ മരുഭൂമിയിൽ കൂടെ തെക്ക് വടക്കാണെന്ന് ക്ഷീണിക്കണ്ടെന്ന് വിചാരിച്ച് മുതലാളി ഒരു ബസ് വാങ്ങിച്ചിട്ടപ്പോ ശപിക്കുന്നോടാ. ഇവനെ ഒന്നും നിലയ്ക്ക് നിർത്താൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. പെസക് സെന്ററാ, ഉടക്കിയ വണ്ടിക്ക് അതിന്റെ കേട്. അങ്ങനെ ഒരുത്തരം പേടിച്ച് വണ്ടി ഓടിക്കണ്ട. ഇവൻ എവിടുത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്? ഇവൻ മണ്ണൂരല്ലേ? മണ്ണൂര്. ഞാൻ കോങ്ങാട്ടേക്കാ. കോങ്ങാട്ടേക്ക് എത്രയാ ചാർജ്? അത് ഏനം പോലെ വാങ്ങിക്കും. 50 പൈസ. 50 പൈസ കൊടുത്തവനെ ഇറക്കി വിടെ. 50 ടിക്കറ്റ് എടുത്തവനെ ഒന്നും അങ്ങനെ ഇറക്കി വിടാൻ ഒക്കത്തില്ല. എന്നാ ഇവനെ ഇറക്കാതെ വണ്ടി വിടുന്നില്ല. എന്നാ അവനെ ഇറക്കാതെ ഞാൻ വണ്ടി കയറുകയില്ല. നിങ്ങൾ കാരണം ഇത്ര ആൾക്കാരുടെ യാത്ര മുടക്കരുത്. മുതലാളി പറഞ്ഞതാ. പാരമ്പര്യമായിട്ട് പിടിവാശിക്കാരുടെ കുടുംബമാ. 50 പൈസ പിടി. ഞാനായിട്ട് മുടക്കുന്നില്ല. എന്നാ പിന്നെ അതാ നല്ലത്. കാണാം. കാണാം. ദൈവണ്ടേ. വണ്ടി വിടറോ? വിസിലടിച്ചില്ല. വിസിലിടോ. ഉദ്ദേശിച്ച സ്ത്രീധന തുക കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇവന്റെ കല്യാണം ഇത്രയും വൈകിയത്. എന്നാലും 5 ലക്ഷവും ഒരു കാറും എന്നൊക്കെ പറഞ്ഞാൽ. കുവൈറ്റിൽ 2 പോഷ് ഫ്ലാറ്റുകൾ, 3 ബെൻസ് കാറുകൾ, 9 ബോട്ടുകൾ, അങ്ങനെ പലതും സ്വന്തമായി ഉണ്ടെനിക്ക്. അതങ്ങ് കുവൈറ്റിലല്ലേ? അതുമല്ല, ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള സ്ഥിതിക്ക് കുറച്ച് രൂപയ്ക്കും ഒരു അംബാസഡർ കാറിനും വേണ്ടി കല്യാണം എന്തിനാ മാറ്റി വയ്ക്കുന്നത്? 4 ആള് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും മിസ്റ്റർ തങ്കപ്പൻ നായർ? പിന്നെ ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ്. സ്ത്രീധനം മേടിച്ച് സമ്പാദിക്കാനൊന്നുമല്ല, ഇത്രയും തരാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് പറയുന്നത്. എനിക്കൊരു അന്തസ്സല്ലേ. ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, പണമല്ല ജീവിതത്തിൽ വലുത്. കൂടപ്പിറപ്പുകളോടും സഹജീവികളോടുമുള്ള ബന്ധം, അതിൽ നിന്നുണ്ടാകുന്ന സ്നേഹം. എന്താ ശങ്കര? പിന്നെ പാലൂത്ര കോവിലകത്ത് നിന്ന് വരെ മുതലാളിയുടെ മോൾക്ക് ആലോചനകൾ വന്നതാ. അവർക്കൊക്കെ പണമല്ല വലുത്, പാരമ്പര്യമാ. പണമില്ലെങ്കിൽ ഇക്കാലത്ത് പാരമ്പര്യത്തിനൊന്നും യാതൊരു വിലയുമില്ല. പെൺകുട്ടിക്ക് വലിയ സൗന്ദര്യം വേണമെന്നോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ. പക്ഷേ സ്ത്രീധനത്തുക ഒത്തുകിട്ടിയാൽ ജാതക പൊരുത്തം പോലും ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും. അതെ. ഏതായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ധൃതിയൊന്നുമില്ല. പിന്നെ ഒരു കാര്യം,
അവിടുന്ന് എന്തെങ്കിലും അറിവ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കൂ. അത് ഞങ്ങളുടെ വാക്ക്. അല്ല, പയ്യന് പെണ്ണിനെ ഒന്ന് കാണണ്ടേ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പെണ്ണിന്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചേക്ക്. ഓ ഓ ശരി.